Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Every child has right. Every child, എല്ലാ കുട്ടികൾക്കും has ഉണ്ട് റൈറ്റ് എന്നാൽ വെച്ചാൽ അവകാശം. എവറി ചൈൽഡ് ഹാസ് റൈറ്റ്, എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട്. ടു എ സേഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ പരിസ്ഥിതി, സാഹചര്യം, ഇതൊക്കെയാണ് അർത്ഥം. ടു സേഫ് എന്നാൽ സുരക്ഷിതമായ. ഇവിടെ ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന അർത്ഥം പഠിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം എന്നാണ് അർത്ഥം. എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള പഠിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം. അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിന് എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട്. രാഹുൽ ഗാന്ധി ഓൺ കേരള സ്റ്റുഡൻറ്റ് ഇലക്ട്രിക്യൂഷൻ എന്നുള്ള അർത്ഥം വൈദ്യുതി കൊണ്ടുള്ള മരണം എന്നുള്ള അർത്ഥമാണ്. കേരളത്തിൽ ഒരു വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു. ആ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ്, എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു പഠിക്കാനുള്ള ഒരു പഠനാന്തരീക്ഷത്തിനുള്ള അവകാശമുണ്ട്. ഇതാണ് തലക്കെട്ട്. തീർച്ചയായിട്ടും ഈ വാർത്തയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ആഫ്റ്റർ എ 13-year-old ബോയ് അലേജഡ്ലി ഡൈഡ്. ആഫ്റ്റർ എന്നാൽ അതിനെ തുടർന്ന്, അതിനുശേഷം. എ 30-year-old ബോയ്, ഒരു 13 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി. അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ്. അതായത് പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കാര്യമാണ്. അതാണ് അലേജഡ്ലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈഡ് മരണപ്പെട്ടു. ഡ്യൂ ടു ഇലക്ട്രിക്യൂഷൻ, ഡ്യൂ ടു എന്നാൽ ഇന്ന കാരണത്താൽ എന്നുള്ള അർത്ഥമാണ്. ഡ്യൂ ടു ഇലക്ട്രിക്യൂഷൻ വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു. ഓൺ സ്കൂളിൽ വച്ച്. ഓൺ സ്കൂൾ പ്രമിസസ് എന്നാൽ പരിസരം എന്നുള്ള അർത്ഥമാണ്. സ്കൂളിൻ്റെ പരിസരത്ത് വെച്ചാണ് ഈ കുട്ടി 13 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി മരണപ്പെട്ടത്. ഇൻ കേരളാസ് കൊല്ലം ജില്ലയിലാണ് സംഭവം. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ഒരു സ്കൂളിൻ്റെ ചുറ്റുപാട് വെച്ച്, പരിസരത്ത് വെച്ച് ഒരു 13 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു. അതിനുശേഷം ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നാൽ എതിർകക്ഷി എന്നുള്ള അർത്ഥമാണ്. എതിർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, ലോക്സഭയിലെ നേതാവ്, ഏജ്ഡ് എന്നാൽ ആവശ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. പ്രേരിപ്പിച്ചു, ഉത്ബോധിപ്പിച്ചു. ദ കേരള ഗവൺമെൻറ്റിനെ ടു ഇമ്മീഡിയറ്റ്ലി അണ്ടർടേക്ക് എന്നാൽ തുടങ്ങുക, ഏറ്റെടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എ പബ്ലിക് ഓഡിറ്റ് എന്നാൽ ഒരു സ്ഥാപനത്തിലെ കണക്കുകളും അതിൻ്റെ ശരിയാണെന്ന് തീർച്ചപ്പെടുത്തുന്നതിനുള്ള പരിശോധന, തിട്ടപ്പെടുത്തൽ, ഇതൊക്കെയാണ് അർത്ഥം. പബ്ലിക് ഓഡിറ്റ് ഓഫ് ഓൾ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ് ട്രാജഡി. ടു ഇമ്മീഡിയറ്റ്ലി അണ്ടർടേക്ക് എ പബ്ലിക് ഓഡിറ്റ്, ഇതിനർത്ഥം ഉടൻ ഒരു പൊതുജന പരിശോധന നടത്തുക എന്നുള്ള അർത്ഥമാണ്. സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നാൽ സ്കൂൾ കെട്ടിടങ്ങളുടെ സൗകര്യങ്ങൾ, അതിൻ്റെ നിലവാരവും സുരക്ഷിതത്വവും. ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ് ട്രാജഡി എന്നാൽ ഈ ദുരന്തത്തിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടവരെ കണ്ടെത്തുക, അതിനുള്ള നടപടി സ്വീകരിക്കുക. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കേരള ഗവൺമെൻറ്റിനോട് പെട്ടെന്ന് ഈ പബ്ലിക് ഓഡിറ്റ് നടത്താൻ ആവശ്യപ്പെട്ടു. അതുപോലെ ഈ ദുരന്തത്തിന് കാരണമായവരെ കണ്ടെത്താനും ഇദ്ദേഹം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഇൻ എ പോസ്റ്റ് ഓൺ എക്സ് രാഹുൽ സെഡ്, ഒരു പോസ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, 6 years ago, 6 വർഷങ്ങൾക്ക് മുമ്പ്, ഐ ഹാഡ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ടു ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളത്തിലെ ചീഫ് മിനിസ്റ്റർക്ക് 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏർജിങ് ആവശ്യപ്പെട്ടുകൊണ്ട്, എ കോംപ്രഹെൻസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഓഡിറ്റ് ഓഫ് സ്കൂളുകളുടെ സമഗ്രമായ അടിസ്ഥാന സൗകര്യ പരിശോധന. ഈ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ചീഫ് മിനിസ്റ്റർക്ക് 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. കോംപ്രിഹെൻസീവ് എന്നാൽ സമഗ്രമായ എന്നാണ് അർത്ഥം.
ആഫ്റ്റർ എന്ന് വെച്ചാൽ അതിനെ തുടർന്നാണ് അദ്ദേഹം ചീഫ് മിനിസ്റ്റർക്ക് 6 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്. ദ ഹാർട്ട് ബ്രേക്കിംഗ് ഡെത്ത് ഓഫ് എ യങ് ഗേൾ. ഹാർട്ട് ബ്രേക്കിംഗ് എന്നാൽ ഹൃദയഭേദകമായ എന്നുള്ള അർത്ഥമാണ്. ഹൃദയഭേദകമായിട്ടുള്ള മരണം ഓഫ് എ യങ് ഗേൾ, ഒരു ചെറിയ പെൺകുട്ടിയുടെ ഡ്യൂ ടു എന്നാൽ ഇന്ന കാരണത്താൽ ഡ്യൂ ടു എ സ്നേക്ക് ബൈറ്റ് ഇൻസൈഡ് ഹെർ ക്ലാസ് റൂം. സ്നേക്ക് ബൈറ്റ് എന്ന് വെച്ചാൽ പാമ്പുകടി. ഒരു ചെറിയ പെൺകുട്ടി അവളുടെ ക്ലാസ് റൂമിൽ വെച്ച് പാമ്പുകടിയേറ്റു മരണപ്പെട്ടു. ഈ ഹൃദയഭേദകമായ മരണം, അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചീഫ് മിനിസ്റ്റർക്ക് 6 വർഷങ്ങൾക്ക് മുമ്പ് കത്ത് എഴുതിയത്. ഇറ്റ് പെയിൻസ് മീ ഡീപ്ലി. പെയിൻ എന്നാൽ ദുഃഖിപ്പിക്കുക എന്നുള്ള അർത്ഥം. ഇറ്റ് പെയിൻസ് മീ, ഇത് എന്നെ ദുഃഖിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. ഡീപ്ലി, അഗാധമായിട്ട്. ദാറ്റ് അനദർ പ്രഷ്യസ് ലൈഫ്. പ്രഷ്യസ് എന്നാൽ വിലയേറിയ എന്നുള്ള അർത്ഥമാണ്. അമൂല്യമായ മറ്റൊരു വിലയേറിയ ജീവൻ 13-year-old മിഥുൻ മനു എന്നു പേരുള്ള 13 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി. ആ ആൺകുട്ടിയുടെ അത് എന്ത് ജീവനാണ്? വിലയേറിയ അമൂല്യമായ ജീവൻ. അത് എന്നെ അഗാധമായിട്ട് എന്നെ മരണം വേദനിപ്പിക്കുന്നു. ഹാസ് ബീൻ ലോസ്റ്റ് ഓഫ് ഇലക്ട്രിക്യൂഷൻ. മിഥുന് അവൻ്റെ ജീവൻ നഷ്ടമായി. ഹാസ് ബീൻ ലോസ്റ്റ് എന്നാൽ നഷ്ടമായി. ടു ഇലക്ട്രിക്യൂഷൻ, വൈദ്യുതാഘാതമേറ്റ്. ഫ്രം എ സാഗിങ് പവർ ലൈൻ വിത്തിൻ എ സ്കൂൾ കോമ്പൗണ്ട് ഇൻ കൊല്ലം. സാഗ് എന്നാൽ ബലം കുറയുക, കുനിഞ്ഞു നടക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ എന്നാൽ ചാഞ്ഞുകിടക്കുന്ന വൈദ്യുതി ലൈന്. എവിടെ? വിത്ത് എ സ്കൂൾ കോമ്പൗണ്ട് ഇൻ കൊല്ലം. സ്കൂളിൻ്റെ പരിസരത്തുള്ള വൈദ്യുത കമ്പി, ചാഞ്ഞു നിൽക്കുന്ന കമ്പി, അതിൽ നിന്നും വൈദ്യുതാഘാതമേറ്റിട്ടാണ് ഈ 13 വയസ്സ് പ്രായമുള്ള മിഥുൻ മരണപ്പെട്ടത്. അത് എന്നെ അഗാധമായിട്ട് വേദനിപ്പിക്കുന്നു. ഹി ഓൾസോ ഏർജ്ഡ് ദ കേരള ഗവൺമെൻറ്. അദ്ദേഹം ഇതുകൂടെ കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ടു ഇമ്മീഡിയറ്റ്ലി അണ്ടർടേക്ക് എ ടൈം ബോണ്ട് പബ്ലിക് ഓഡിറ്റ്. ടൈം ബോണ്ട് പബ്ലിക് ഓഡിറ്റ് എന്ന് വെച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട പൊതു ഓഡിറ്റ്. ആൻഡ് അപ്ഗ്രേഡ് ഓൾ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ സ്റ്റേറ്റ്. അപ്ഗ്രേഡ് എന്നാൽ നവീകരണം എന്നുള്ള അർത്ഥമാണ്. കേരളത്തിലെ എല്ലാ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹോൾഡ് റെസ്പോൺസിബിൾ എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഫോർ ദിസ് ട്രാജഡി എന്നാൽ ഈ ദുരന്തത്തിന്. അക്കൗണ്ടബിൾ എന്നാൽ ഉത്തരവാദിയായ എന്നുള്ള അർത്ഥമാണ്. ഈ ദുരന്തത്തിന് ഉത്തരവാദിയായവരെ കണ്ടെത്തുക. അതുപോലെ പെട്ടെന്ന് ഒരു പബ്ലിക് ഓഡിറ്റ് നടത്തുക. ഇതും അദ്ദേഹം കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. നോ പേരൻറ് ഷുഡ് ഹാവ് ടു ഇൻഡ്യൂർ സച്ച് അൺഇമാജിനബിൾ ലോസ്. അൺഇമാജിനബിൾ എന്നുള്ള അർത്ഥം ഭാവനാതീതമായ എന്നുള്ള അർത്ഥമാണ്. ഊഹിക്കാൻ പറ്റാത്ത. ലോസ് എന്ന് വെച്ചാൽ വിയോഗം. നോ പേരൻറ് ഷുഡ് ഹാവ് ടു ഇൻഡ്യൂർ എന്നാൽ അർത്ഥം ക്ഷമിക്കുക, സഹിക്കുക, അനുഭവിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ അനുഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. നോ പേരൻറ് ഷുഡ് ഹാവ് ടു ഇൻഡ്യൂർ. ഒരു മാതാപിതാക്കൾക്കും അനുഭവിക്കേണ്ടി വരരുത് സച്ച് അൺഇമാജിനബിൾ ലോസ്. ഇത്തരത്തിലുള്ള ഒരു സഹിക്കാൻ പറ്റാത്ത, ഊഹിക്കാൻ പറ്റാത്ത തോതിലുള്ള നഷ്ടം, വിയോഗ, മരണം, ഇത്തരത്തിലുള്ള ഒരു മരണം ഒരു മാതാപിതാക്കൾക്കും അനുഭവിക്കേണ്ടി വരരുത്. എവരി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു സേഫ് ലേണിംഗ് എൻവയൺമെൻറ്റ്. എല്ലാ കുട്ടികൾക്കും ഉണ്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം, അതിനുള്ള അവകാശം എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ദ കോൺഗ്രസ് എം പി സെഡ്. കോൺഗ്രസ് എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞു. സീനിയർ കോൺഗ്രസ് ലീഡർ, മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ടേംഡ് ദി ഇൻസിഡൻറ്റ് അൺഫോർച്ചുനേറ്റ്. ടേം എന്നാൽ ഇവിടെ ചൊല്ലി വിളിക്കുക, നാമകരണം ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. അൺഫോർച്ചുനേറ്റ് എന്നാൽ ദുർഭാഗ്യകരമായ എന്നുള്ള അർത്ഥം, ബാഹ്യഹീനമായ, ദൗർഭാഗ്യകരമായ. ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ സംഭവം. ഈ സംഭവത്തെ
മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല വിശേഷിപ്പിച്ചു. എന്താണെന്ന് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ആൻഡ് ബ്ലെയിംഡ് ദ ഗവൺമെൻറ്റ്സ് ഇലക്ട്രിസിറ്റി ബോർഡ് ഫോർ ദി ഇൻസിഡൻറ്റ്. ഈ സംഭവത്തിന് അദ്ദേഹം ബ്ലെയിം എന്നാൽ കുറ്റപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ അദ്ദേഹം ഈ സംഭവത്തിന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ബ്ലെയിം എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക, ബ്ലെയിംഡ് കുറ്റപ്പെടുത്തി. ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ഇത് വളരെ ദൗർഭാഗ്യകരമായതാണ്. ഐ ആം വെരി സാഡ് അബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ്. ഈ സംഭവത്തിൽ ഞാൻ വളരെ ദുഃഖിതനാണ്. ഐ ഫീൽ ദാറ്റ് ദ ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ബോർഡ് ഈസ് ദ റിയൽ കൾപ്രിറ്റ്. എനിക്ക് തോന്നുന്നു, ഞാൻ സംഗ്രഹിക്കുന്നു, ദാറ്റ് ദ ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ബോർഡ് ഈസ് ദ റിയൽ കൾപ്രിറ്റ്. കൾപ്രിറ്റ് എന്നാൽ കുറ്റവാളി എന്നുള്ള അർത്ഥമാണ്. ഈ സംഭവത്തിൻ്റെ ശരിയായിട്ടുള്ള കുറ്റക്കാരൻ കേരള ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ബോർഡാണ് എന്നാണ് ഞാൻ ഗ്രഹിക്കുന്നത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും അതിന് ഉത്തരവാദിയാണ്. അവരും ഇതിൽ കുറ്റവാളികളാണ്. ഹീ ടോൾഡ്, അദ്ദേഹം പറഞ്ഞു, ANI ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച ദിവസം. ANI എന്നുള്ളത് ന്യൂസ് ഏജൻസിയാണ്. ഈ ന്യൂസ് ഏജൻസിയോട് അദ്ദേഹം പറഞ്ഞു, വെൻ എ ഗേൾ വാസ് ബിറ്റൺ ബൈ എ സ്നേക്ക് ഇൻ വയനാട്. വയനാട്ടിൽ വച്ച് ഒരു പെൺകുട്ടിക്ക് പാമ്പുകടിയേറ്റു. വെന്നെന്ന് വെച്ചാൽ ആ സമയത്ത് രാഹുൽ ഗാന്ധി ഗേവ് എ ലെറ്റർ. രാഹുൽ ഗാന്ധി ഒരു കത്തു നൽകി. ഗേവ് എന്ന് വെച്ചാൽ നൽകി. ടു ദ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിക്ക്. ടു ഹാവ് എൻ ഓഡിറ്റ് ഇൻ ഓൾ ദ സ്കൂൾസ്. എല്ലാ സ്കൂളുകളിലും ഒരു ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ആ സമയത്ത് ചീഫ് മിനിസ്റ്റർക്ക് ഒരു കത്ത് നൽകി. ദിസ് വാസ് 2 to 3 years ago. ഇത് ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ആൻഡ് ടു ഡേറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ എന്നുള്ള അർത്ഥമാണ്. ദേ ഹാവ് നോട്ട് ടേക്കൺ, അവർ എടുത്തിട്ടില്ല, എനി ആക്ഷൻ, ഒരു നടപടിയും. പാമ്പിനാൽ കടിയേറ്റ് ഒരു പെൺകുട്ടി മരണപ്പെട്ടു വയനാടിൽ. ആ സമയത്ത് രാഹുൽ ഗാന്ധി ചീഫ് മിനിസ്റ്റർക്ക് ഒരു കത്ത് നൽകി, ഒരു ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട്, എല്ലാ സ്കൂളുകളിലും ഓഡിറ്റ് നടത്താൻ വേണ്ടി. ഈ സംഭവം എന്നാണ് 2-3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് അവർ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇഫ് എൻ ഓഡിറ്റ് ഹാഡ് ബീൻ ഡൺ, ഒരു ഓഡിറ്റ് നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ഒരു ഓഡിറ്റ് നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ദിസ് ഇൻസിഡൻറ്റ്, ഈ സംഭവം വുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്, ഈ സംഭവം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ആ സമയത്ത് ഒരു ഓഡിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഒഴിവാക്കാമായിരുന്നു. സോ ഐ റിക്വസ്റ്റ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ ആയതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ടു ഹാവ് എൻ ഓഡിറ്റ്, ഒരു ഓഡിറ്റ് നടത്താൻ വേണ്ടി, ഇൻ എവറി സ്കൂൾ, എല്ലാ സ്കൂളുകളിലും. സോ ദാറ്റ്, അങ്ങനെയാണെങ്കിൽ നടത്തിയാൽ, ദീസ് കൈൻഡ് ഓഫ് ഇൻസിഡൻറ്റ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിൽ നെവർ ഒക്ക്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും സംഭവിക്കുകയില്ല. ചെന്നിത്തല പറഞ്ഞു. ഒക്ക് എന്നാൽ സംഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. ദീസ് കൈൻഡ്സ് എന്നാൽ ഇത്തരങ്ങളിലുള്ള. മീൻ വൈൽ, അതേസമയം, ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർഗനൈസ്ഡ് എ പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ പ്രതിഷേധം. അതേസമയം ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടികളായിട്ടുള്ള അവർ ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലയിൽ, കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച നടത്തി. സീക്കിംഗ്, തേടിക്കൊണ്ട്, ജസ്റ്റിസ് എന്ന് വെച്ചാൽ നീതി, ഫോർ ദ ഫാമിലി, ആ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി തേടിക്കൊണ്ട്. സീക്കിംഗ് ജസ്റ്റിസ് എന്നാൽ നീതി തേടിക്കൊണ്ട് ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടികൾ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ വെള്ളിയാഴ്ച ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള മിനിസ്റ്റർ KK ശിവൻകുട്ടി ടോൾഡ് റിപ്പോർട്ടേഴ്സിന് കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള KK ശിവൻകുട്ടി പറഞ്ഞു, ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ച ദിവസം റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞു, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB ഹാസ് ബീൻ
ഡയറക്റ്റ് എന്നാൽ നിർദ്ദേശിക്കുക എന്നുള്ള അർത്ഥമാണ്. KSEBയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ടു കണ്ടക്ട് എ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, ഒരു വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് KSEBയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള KK ശിവൻകുട്ടി പറഞ്ഞു. വ്യാഴാഴ്ച ദിവസം റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞു. ഫേർദർ ആക്ഷൻ, കൂടുതൽ നടപടി വിൽ ബി ടേക്കൺ, എടുക്കപ്പെടും ആഫ്റ്റർ റിസീവിങ് ദ റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടി എടുക്കും. ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ക്ലിയർ, യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഇതുവരെ വ്യക്തമായിട്ടില്ല ഹു ഈസ് അറ്റ് ഫോൾട്ട്, ആരാണ് തെറ്റുകാരൻ, ആരുടെത്താണ് തെറ്റുപറ്റിയത് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. 2 ഏജൻസീസ് ആർ കണ്ടക്ടിങ് ദി ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം 2 ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ റിപ്പോർട്ട് ഈസ് എക്സ്പെക്റ്റഡ് ബൈ ദിസ് ആഫ്റ്റർനൂൺ, ഇന്ന് ഉച്ചതിരിയുന്നതോടുകൂടി റിപ്പോർട്ട് റിപ്പോർട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോത്ത് ദ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആൻഡ് KSEB ആർ ക്യാരിയിങ് ഔട്ട് സെപ്പറേറ്റ് എൻക്വയറീസ്. സെപ്പറേറ്റ് എന്നാൽ വേർപെട്ട എന്നുള്ള അർത്ഥമാണ്. ക്യാരിയിങ് ഔട്ട് എന്നാൽ നിർവഹിക്കൽ. ബോത്ത് എന്ന് വെച്ചാൽ 2 പേരും, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും KSEBയും വിഭിന്നമായിക്കൊണ്ട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചതിരിയുന്നതോടുകൂടി റിപ്പോർട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ABVP members also held protest. ABVP മെമ്പർമാരും പ്രതിഷേധ മാർച്ച് നടത്തി ടുവേർഡ്സ് ദ സെക്രട്ടേറിയറ്റ് ഇൻ തിരുവനന്തപുരം എ ഡേ ഏർലിയർ. ഒരു ദിവസം മുമ്പ് കേന്ദ്ര കാര്യാലയത്തിലേക്ക് തിരുവനന്തപുരത്തിലെ ഭരണസിരാകേന്ദ്രത്തിന് നേർക്ക് അവിടെ ABVP മെമ്പർമാരും ഒരു പ്രതിഷേധ മാർച്ച് നടത്തി. ടുവേർഡ്സ് എന്നാൽ സമീപം എന്നാണ് അർത്ഥം, സംബന്ധിച്ച്, അതിന് നേർക്ക്.